നമസ്കാരം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയായിരുന്നു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഏതാനും ദിവസങ്ങൾക്കകം ഇറാനെ തവിടുപൊടിയാക്കി ഭരണകൂടത്തെ മാറ്റി ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് നയിച്ചിട്ട് മടങ്ങൂ എന്ന് പറഞ്ഞായിരുന്നു യുദ്ധപ്രഖ്യാപനം. ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖുമൈനിയെ അടക്കം ഏതാണ്ട് 40-ലധികം ഉന്നത നേതാക്കളെയും സൈനിക തലവന്മാരെയും വകവരുത്തി അമേരിക്കയും ഇസ്രായേലും. ആ ഇൻ്റലിജൻസ് ആത്മവിശ്വാസമായിരുന്നു യുദ്ധം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ. പക്ഷേ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇറാൻ അതിനു മുമ്പ് തന്നെ പല തട്ടുകളായി അധികാരം വികേന്ദ്രീകരിച്ചിരുന്നതുകൊണ്ടും ആ അധികാര ശ്രേണിയെക്കുറിച്ച് ധാരണ ഇസ്രായേലി അമേരിക്കൻ ഇൻ്റലിജൻസിന് ലഭിക്കാതെ പോയതുകൊണ്ടും അവർ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു. പിന്നീട് അമേരിക്കൻ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പശ്ചിമേഷ്യയിലെ അയൽ രാജ്യങ്ങൾക്കുമേൽ ഇറാൻ പ്രതികാര നടപടികളുമായി രംഗത്തെത്തുമെന്ന്. അമേരിക്ക വരെ ഇറാന്റെ മിസൈലുകൾ എത്തില്ല, ഇസ്രായേലിൽ എത്തിയാലും അതിനെ തടയാൻ അയൺ ഡോമുകൾക്ക് കഴിയും, അങ്ങനെ ഇറാൻ നിരായുധരാവും എന്നായിരുന്നു പശ്ചിമേഷ്യയിൽ വ്യോമത്താവളങ്ങൾ ഒരുക്കി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ അമേരിക്കയുടെ കണക്കുകൂട്ടൽ. പക്ഷെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. 2 മാസമായിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. ഭീഷണികൾ, മുന്നറിയിപ്പുകൾ, ചർച്ചകൾ, പ്രഖ്യാപനങ്ങൾ എല്ലാം ചീറ്റി. പല പരിശ്രമങ്ങളും നടന്നു, പക്ഷെ ഒന്നും ഫലവത്തായില്ല. ഇറാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പ്രതിരോധിക്കുന്നു. ഇറാന്റെ ഭരണകൂടത്തിന് ഒരു മാറ്റവും വന്നില്ല. ഒടുവിൽ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ട അമേരിക്ക ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തലയൂരുകയാണ്. ഒരു ചർച്ചയും നടന്നില്ല എന്നോർക്കണം. ഒരു മധ്യസ്ഥ ശ്രമവും വിജയിച്ചില്ല. ഇറാന്റെ വഴിക്ക് പോയി. അമേരിക്ക പടിപടിയായി യുദ്ധം അവസാനിച്ച് മടങ്ങുന്നു. അമേരിക്ക എടുത്തിരിക്കുന്ന ഒരു നിലപാട് യുദ്ധം അവസാനിച്ചതായി ആരോടും പറയുന്നില്ല. യുദ്ധം തുടരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. എന്നാൽ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഇറാൻ വഴങ്ങാതെ വന്നപ്പോൾ ഏകപക്ഷീയമായി നുണ പറഞ്ഞുകൊണ്ട് അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇപ്പോൾ ഗുണം ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നിർത്തിയതോടെ ഇറാനും അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചു. ഫലത്തിൽ യുദ്ധം അവസാനിച്ചു. എന്നാൽ എന്തിനു വേണ്ടിയാണോ യുദ്ധം ആരംഭിച്ചത് ആ കാരണങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല, ഇറാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന പ്രതീതി ഉണ്ടാക്കി. ഇറാന്റെ മേലുള്ള യുദ്ധം ജയിക്കണമെങ്കിൽ ഇറാന്റെ ആണവ പരീക്ഷണം പൂർണ്ണമായും അവസാനിപ്പിക്കണം. അത്തരം ചർച്ചകൾക്കൊന്നും വഴങ്ങാതെ വന്നതോടെ അമേരിക്ക തലയൂരിപ്പോയിരിക്കുകയാണ്. അമേരിക്ക ആശ്വാസത്തോടെ കാണുന്നത് ഈ വെടിനിർത്തൽ തുടങ്ങിയ ഏപ്രിൽ 7-ന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഇല്ല എന്നതാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കാനും ഒരു രാജ്യത്തെ ആക്രമിക്കാനും ഒക്കെയുള്ള അധികാരം അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. എന്നാൽ 60 ദിവസത്തിലധികം ആ യുദ്ധം തുടരണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണം എന്നാണ് നിയമം. ആ 60 ദിവസം കഴിഞ്ഞ ദിവസം അവസാനിച്ചപ്പോൾ ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന് കത്തയച്ചു. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഏപ്രിൽ 7-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആക്രമണമില്ല. ആയതിനാൽ അമേരിക്കൻ കോൺഗ്രസിന് പ്രത്യേകം അനുമതി വേണ്ട എന്നാണ്. എന്ന് വെച്ചാൽ ട്രംപ് അമേരിക്കൻ കോൺഗ്രസിനോട് പറയുന്നു യുദ്ധം അവസാനിച്ചു എന്ന്. എങ്ങനെ അവസാനിച്ചു എന്ന് കോൺഗ്രസ് പ്രതിനിധികൾ ചോദിക്കുന്നുണ്ട്. ട്രംപിന് ഉത്തരമില്ല. ഇറാന് മുമ്പിൽ കീഴടങ്ങിയാണോ യുദ്ധം അവസാനിച്ചത്? യുദ്ധം പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളൊക്കെ നേടിയോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ തന്നെ ട്രംപ് തലയൂരിയിരിക്കുന്നു. പക്ഷെ ട്രംപിന്റെ മേൽ വീണ് നാണക്കേട് മായുകയില്ല. അമേരിക്കയുടെ ചരിത്രത്തിലെ 2ാമത്തെ വലിയ പരാജയമായി ഇത് മാറുന്നു. വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്തെ ഇല്ലാതാക്കാൻ അമേരിക്ക നടത്തിയ ശ്രമത്തിൽ അവർ അമ്പെ പരാജയപ്പെട്ടു. 100 കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവനാണ് ആ പരാജയപ്പെട്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ബാക്കിയായത്. എന്നാൽ ഇക്കുറി അതുവരെ കാത്തു നിൽക്കാതെ പതിയെ അമേരിക്ക തലയൂരുകയാണ് ചെയ്തത്. ഈ സാഹചര്യം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ ബാധിക്കും. ഇറാൻ കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുമേൽ ഇറാൻ പിടിമുറുക്കും. സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ സന്ധിക്ക് ശ്രമിക്കും. അവസാന നിമിഷം വരെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് UAE മാത്രമായിരിക്കും. അത് കനിശ്ചിതമായ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം ഒഴിഞ്ഞുപോയത് പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന കോടിക്കണക്കിന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ പച്ചത്തുരുത്താണ്. രാവും പകലും ചീറിപ്പായുന്ന മിസൈലുകളും ഡ്രോണുകളും കണ്ട് ഞെട്ടിയുണരുന്ന മനുഷ്യരായിരുന്നു കഴിഞ്ഞ 1.5 മാസം ഗൾഫ് രാജ്യങ്ങളിൽ. UAEയിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലുമൊക്കെയുള്ള മലയാളികൾ അടക്കമുള്ളവരുടെ ഉറക്കമാണ് ഇത്ര കാലം നഷ്ടപ്പെട്ടത്. ആ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ
ഈ പ്രതിസന്ധി പിന്നോട്ട് നയിച്ചു. അങ്ങോട്ടുള്ള ടൂറിസ്റ്റുകൾ നിലച്ചുപോയി, വിമാന സർവീസുകൾ ഇല്ലാതായി, സ്കൂളുകൾ ദീർഘകാലം അടഞ്ഞുകിടന്നു, ഹോട്ടലുകൾ അടക്കമുള്ളവ പ്രവർത്തനം നിലച്ചു. അടിമുടി GCC രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചില്ലെങ്കിലും അമേരിക്ക തലയൂരി പോയതോടെ സാധാരണ ജീവിതത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മടങ്ങുന്നു. ഹോട്ടലുകളും ബിസിനസ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പതിവ് പോലെ തുറന്നു പ്രവർത്തിക്കുന്നു. മനുഷ്യർ ആശങ്കയോടുകൂടിയാണെങ്കിലും പതിവ് പോലെ അവരുടെ ദൈനംദിന ജീവിത പ്രവർത്തികളിലേക്ക് ഇറങ്ങുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും ഗൾഫിലെ വിമാന കമ്പനികൾ കുറച്ചൊക്കെ സർവീസ് നടത്താൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ എമിറേറ്റ്സും ഖത്തറും ഗൾഫ് എയറും എത്തിഹാദും സൗദിയായും അടക്കമുള്ള പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ പറന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2 മാസമായി നിർത്തിവെച്ചിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യയിലെ മിക്ക എയർപോർട്ടുകളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറന്നു തുടങ്ങി. യാത്ര മാറ്റിവെച്ചിരുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു തുടങ്ങി. എന്ന് വെച്ചാൽ ഗൾഫ് പതിയെ പതിയെ അവരുടെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ആശ്വാസത്തിലൂടെ അവർ മുമ്പോട്ട് പോകുന്നു. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിന് മുകളിൽ ഒരു കാർമേഘം തങ്ങി നിൽപ്പുണ്ട്. ഇറാൻ എന്ന നോവിച്ചു വിട്ടിരിക്കുന്ന സർപ്പം. ആ സർപ്പത്തെ തല്ലിക്കൊല്ലാതെ നോവിച്ചു വിട്ടത് ഈ രാജ്യങ്ങളുടെയൊക്കെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ബാക്കിയാണ്. എങ്കിലും 2 മാസത്തോളം അടച്ചുപൂട്ടപ്പെട്ട ജീവിതങ്ങൾ തിരിച്ചു കിട്ടിയതിൽ, തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നതിൽ, സാധാരണ യാത്രകളൊക്കെ സാധിക്കുന്നതിൽ തെല്ലൊന്നുമല്ല പ്രതീക്ഷയും വിശ്വാസവുമുള്ളത്. അതേസമയം മുറിവേറ്റ സിംഹത്തെ പോലെ നടക്കുകയാണ് ട്രംപ് ആരോടും ചോദിക്കാതെ ഇസ്രായേലിനെ മാത്രം വിശ്വസിച്ചിറങ്ങിയ യുദ്ധത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത് നാറ്റോയുടെ സഹായമാണ്. ബ്രിട്ടനും സ്പെയിനും ജർമ്മനിയും ഒക്കെ അതിന് വിസമ്മതിച്ചു. പച്ചയ്ക്ക് ചീത്ത വിളിച്ചു ഈ രാജ്യങ്ങളെ. ബ്രിട്ടന്റെ ആർമിയെയും സൈനിക സന്നാഹങ്ങളെയും പരിഹസിച്ചു. പക്ഷെ ഇവരാരും മനസ്സ് മാറ്റിയില്ല. നാറ്റോ എന്ന സഖ്യം കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പ്രഖ്യാപിച്ച് ട്രംപ് പടിപടിയായി പ്രതികാര നടപടികൾ ആരംഭിക്കുന്നു. യുക്രൈന് മേൽ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് ജർമ്മനിയിൽ അപ്പോഴേക്കും ഏതാണ്ട് 35,000-ഓളം സൈനികർ എത്തിയിരുന്നു. റഷ്യയുടെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം ജാഗ്രതയോടുകൂടി അമേരിക്കൻ സേന നിരന്നിരുന്നു. അവരെ ഓരോരുത്തരെയായി പിൻവലിക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. ആദ്യപടിയായി ജർമ്മനിയിൽ നിന്നും 5,000 അമേരിക്കൻ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ട്രംപ് ഉത്തരവിറക്കി. 6 മാസം മുതൽ 12 മാസം വരെയുള്ള കാലയളവിൽ 5,000 സൈനികരെയും പിൻവലിക്കുമെന്ന് പെന്റഗണും വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തപടിയായി സ്പെയിനിലെ അമേരിക്കൻ സൈനികരെ പിൻവലിക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ നാറ്റോയെ ദുർബലപ്പെടുത്തുന്ന നിലപാട് ട്രംപ് എടുക്കുമ്പോൾ റഷ്യ ചിരിക്കുകയാണ്. യുക്രൈന് മേൽ റഷ്യ നടത്തിയ അധിനിവേശം ഇതുവരെ പൂർത്തിയായിട്ടില്ല. യുക്രൈന്റെ 1/3 ഭൂപ്രദേശം സ്വന്തമാക്കി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പുടിൻ പറയുമ്പോൾ അതിനുശേഷം പുടിന്റെ ലക്ഷ്യം യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കുമെന്ന ആശങ്ക അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നിങ്ങളായി നിങ്ങളുടെ പാടായി ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ട്രംപ് കൈയൊഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ജനതയിൽ 69% പേരും പിഴച്ചുപോയ യുദ്ധം എന്ന നിലപാടിലേക്ക് മാറുമ്പോഴും ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയും അനിശ്ചിതത്വത്തിലാവുന്നു.